Hi everybody, today we are going to discuss section 21 of Transfer of Property Act, that is contingent interest. കണ്ടിൻജൻസി എന്ന വേർഡിൻ്റെ അർത്ഥം യാദർച്ഛികത അല്ലെങ്കിൽ ആകസ്മികത എന്നൊക്കെയാണ്. അതായത് കണ്ടിൻജൻസി എന്ന് പറയുന്നത് ഒരു കണ്ടീഷനിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എ പോസിബിൾ ബട്ട് നോട്ട് വെരി ലൈക്ലി ഫ്യൂച്ചർ ഇവൻറ്റ് ഓർ കണ്ടീഷൻ. പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്, പക്ഷേ 100% ആ കണ്ടീഷൻ തന്നെ ആയിരിക്കും നടക്കും എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. അത്തരത്തിൽ ഉള്ള ഒരു സിറ്റുവേഷനെയോ അല്ലെങ്കിൽ കണ്ടീഷനെയോ ആണ് കണ്ടിൻജൻസി എന്ന ടേം അർത്ഥമാക്കുന്നത്. സോ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് നമ്മൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പഠിച്ചതാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചതാണ്. നൗ വി ആർ ഗോയിങ് ടു സീ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 21 ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, where on a transfer of property an interest therein is created in favor of a person to take effect only on the happening of a specified uncertain event, or to take effect only if a specified uncertain event shall not happen, such a person thereby acquires a contingent interest in the property. സെക്ഷൻ 21 പ്രകാരം എപ്പോഴാണോ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഒരു പേഴ്സൻ്റെ ഫേവറിലുള്ള ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഫ്യൂച്ചർ അൺസർട്ടൈൻ ഇവൻറ്റിൻ്റെ ഹാപ്പനിങ്ങിലോ അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ്ങിലോ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആ പേഴ്സണ് ആ പ്രോപ്പർട്ടിയിൽ ഒരു കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് ലഭിച്ചു എന്ന് പറയാം. അപ്പോൾ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഒരു പേഴ്സൻ്റെ ഫേവറിലുള്ള ഇൻട്രസ്റ്റ്, അതായത് ട്രാൻസ്ഫറിയുടെ ഫേവറിൽ ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് എന്നത് ഫ്യൂച്ചറിൽ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാവുന്ന ഒരു സംഭവത്തിന്മേൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫറിക്ക് ആ പ്രോപ്പർട്ടിയുടെ മേലിൽ എന്ത് ഇൻട്രസ്റ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്? കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസിലൂടെ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, എ ട്രാൻസ്ഫേഴ്സ് ഹിസ് ഹൗസ് ടു ബി. എ അദ്ദേഹത്തിൻ്റെ ഹൗസ് ബി, അദ്ദേഹത്തിൻ്റെ മകളായ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു കണ്ടീഷനോടെ ആണ് ആ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ആ ട്രാൻസ്ഫർ എഫക്റ്റ് ആകേണ്ടത് ഇഫ് ബി ഗ്രാജുവേറ്റ്സ് ഫ്രം കോളേജ്. ബി കോളേജിൽ നിന്ന് ഒരു ഗ്രാജുവേറ്റ് ആയെങ്കിൽ മാത്രമേ ആ ട്രാൻസ്ഫർ ടേക്ക് എഫക്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കണ്ടീഷനോടുകൂടി എ അദ്ദേഹത്തിൻ്റെ ഹൗസ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ ബിക്ക് ലഭിച്ചിരിക്കുന്നത് കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് ആണ്. ബിക്ക് ഒരു കണ്ടീഷൻ അവിടെ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഉണ്ടാവുകയുള്ളൂ. സോ ആ കണ്ടീഷൻ്റെ ഫുൾഫിൽമെൻറ്റ് വരെ ബിക്ക് പ്രോപ്പർട്ടിയിൽ എന്ത് ഇൻട്രസ്റ്റ് ആണുള്ളത്? കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് ആണുള്ളത്. Now, second example, A leaves his estate to B with a condition that the transfer should take effect only if B reaches 21 years. A അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ബിയിടം വിട്ടുകൊടുക്കുന്നു. ബിക്ക് 21 വയസ്സ് ആയെങ്കിൽ മാത്രമേ ഈ ട്രാൻസ്ഫർ നടക്കാൻ പാടുള്ളൂ എന്നൊരു കണ്ടീഷനും ആ ട്രാൻസ്ഫറിൽ തന്നെ വെച്ചിരിക്കുന്നു. സോ ഇവിടെ ബി 21 വയസ്സ് ആവുക എന്നുള്ളത് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ്റെ ഫുൾഫിൽമെൻറ്റോടു കൂടി മാത്രമേ ബിക്ക് ആ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഉണ്ടാവുകയുള്ളൂ. സോ 21 ഇയേഴ്സ് റീച്ച് ആവുക എന്നുള്ള ആ ഒരു കണ്ടീഷൻ്റെ ഫുൾഫിൽമെൻറ്റ് വരെ ബിക്ക് പ്രോപ്പർട്ടിയിൽ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്. ഈ രണ്ട് എക്സാമ്പിൾസിലും ബിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രസൻറ്റ് റൈറ്റ് ഉണ്ടോ? ഇല്ല. ബിക്ക് പ്രസൻറ്റ് റൈറ്റ് ഒന്നുമില്ല. ബിക്ക് ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം, എങ്കിൽ മാത്രമേ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ലഭിക്കുള്ളൂ. സോ നമുക്ക് പറയാം കണ്ടിൻജന്റ് ഇൻട്രസ്റ്റിൽ ഒരു തരത്തിലുള്ള പ്രസൻറ്റ് റൈറ്റുമില്ല. കണ്ടിൻജന്റ് ഇൻട്രസ്റ്റിലെ റൈറ്റ് എന്നത് ഫ്യൂച്ചർ റൈറ്റ് ആണ്. നമ്മൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പഠിച്ചതാണ്. വെസ്റ്റഡ് ഇൻട്രസ്റ്റിൽ റൈറ്റ് അക്വയേഴ്സ് ഇമ്മീഡിയറ്റ്ലി. പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫറിൽ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റിൽ ലഭിക്കുന്നത്. പക്ഷേ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റിൽ അത്തരത്തിലുള്ള ഒരു പ്രസൻറ്റ് റൈറ്റുമില്ല. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പ്രസൻറ്റ് റൈറ്റ് ആണ്.
But contingent interest, the right itself acquires on the happening or non-happening of an uncertain event. So there is no present right in contingent interest. Contingent interestൻ്റെയും വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എപ്പോഴും പ്രസൻറ്റ് റൈറ്റ് ആണ്. കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് ഒരു റൈറ്റിൻ്റെ പ്രോമിസ് മാത്രമാണ്. അല്ലെങ്കിൽ റൈറ്റ്, കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റിലെ റൈറ്റ് എന്നത് ഫ്യൂച്ചർ റൈറ്റ് ആണ്. ഒരു ഫ്യൂച്ചർ റൈറ്റിൻ്റെ പ്രോമിസ് മാത്രമാണ്. ഫ്യൂച്ചറിൽ അത്തരത്തിലൊരു റൈറ്റ് ലഭിക്കും എന്നുള്ളൊരു പ്രോമിസ് മാത്രമാണ് കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോമിസ് കണ്ടീഷൻ ഫെയിലർ ആകുന്ന സമയത്ത് നള്ളിഫൈ ആവുകയും ചെയ്യും. അതായത് ഒരു കണ്ടീഷനിൽ ബേസ് ചെയ്തിട്ടാണ് ഒരു കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. ആ കണ്ടീഷൻ എന്നത് ഒന്നുകിൽ ഹാപ്പനിങ് ഓഫ് അൻ ഇവൻ്റ് ആകാം, അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ് ഓഫ് അൻ ഇവൻ്റ് ആകാം. എന്തായാലും ആ കണ്ടീഷൻ ഫുൾഫിൽ ആകുന്നത് ഫെയിലർ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് എന്താകും? നള്ളിഫൈ ആകും. കണ്ടീഷൻ ഫുൾഫിൽ ആയാലോ? കണ്ടീഷൻ ഫുൾഫിൽ ആയാൽ ഒരു കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ട് മാറും. എപ്പോഴാണോ ഒരു കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ഫുൾഫിൽ ആകുന്നത്, അപ്പോൾ കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് എന്നത് എന്താകും? വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആകും. സോ ഫാർ ക്ലിയർ ആയി എന്ന് കരുതുന്നു. നൗ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ്. നമ്പർ 1, it depends fully on fulfillment of a condition. Contingent interest depends fully on the fulfillment of a condition, that is happening or non happening of an uncertain event. നമ്മൾ പറഞ്ഞതാണ് കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് എന്നത് പൂർണ്ണമായിട്ടും കണ്ടീഷൻ്റെ ഫുൾഫിൽമെൻറ്റിൽ ബേസ് ആയിട്ടുള്ളതാണ്, ഡിപ്പെൻഡ് ആയിട്ടുള്ളതാണ്. ആ കണ്ടീഷൻ എന്നത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള അൺസർട്ടൈൻ ഇവൻറ്റിൻ്റെ ഹാപ്പനിങ്ങോ നോൺ ഹാപ്പനിങ്ങോ ആയിരിക്കും. And number 2, the non-fulfillment of the condition affects the interest. യെസ്, എപ്പോഴാണോ കണ്ടീഷൻ്റെ ഫുൾഫിൽമെൻറ്റ് നടക്കാതെ വരുന്നത് അത് ഒരു കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? യെസ്, കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് നള്ളിഫൈ ആകും, ഇല്ലാതാകും. നമ്പർ 3, no present right. There is no present right in contingent interest. It is merely a promise of interest on fulfillment of a condition which may be nullified on failure of the condition. And number 4, it is transferable but not inheritable. Very important. Contingent interest എന്നത് ട്രാൻസ്ഫറബിൾ ആണ്, പക്ഷേ ഇൻഹെറിറ്റബിൾ അല്ല. ട്രാൻസ്ഫറബിൾ ആണ്, ഇൻഹെറിറ്റബിൾ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസ്ഫറിക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് വേറെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. പക്ഷേ പൊസഷൻ അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ഈ കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ട് മാറി ആ പ്രോപ്പർട്ടിയുടെ പൊസഷൻ അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ട്രാൻസ്ഫറിയുടെ ഡെത്ത് നടന്നാൽ ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫറിയുടെ ലീഗൽ ഹയേഴ്സിലേക്ക് പോകില്ല. പിന്നെയോ ട്രാൻസ്ഫററിൻ്റെ ലീഗൽ ഹയേഴ്സിലേട്ടാണ് അത് തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ റിവേർട്ട് ബാക്ക് ചെയ്യുന്നത്. ക്ലിയർ? ഇഫ് ദ ട്രാൻസ്ഫറി ഡൈസ് ബിഫോർ ഒബ്റ്റെയിനിങ് ദ പൊസഷൻ, the property reverts back to the transferor and does not go to the transferee's heirs. So let's quickly revise the major differences between vested interest and contingent interest. Number 1, എപ്പോഴാണോ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഏത് ടൈമിൽ നിന്നാണ് ടേക്ക് എഫക്റ്റ് ആകണം എന്ന് വ്യക്തമായിട്ടും പറയുകയോ പറയാതെയോ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സർട്ടൈൻ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടോ ട്രാൻസ്ഫറിക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. എപ്പോഴാണോ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിലെ ട്രാൻസ്ഫറിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ളതും അൺസർട്ടൈൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇവൻറ്റിൻ്റെ ഹാപ്പനിങ്ങിലോ നോൺ ഹാപ്പനിങ്ങിലോ ബേസ് ചെയ്തിരിക്കുന്നത്, അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് കണ്ടിൻജൻറ്റ് ഇൻട്രസ്റ്റ് ആണ്. നമ്പർ 2, vested interest does not depend upon the fulfillment of any condition. vested interest ഒരു തരത്തിലുള്ള കണ്ടീഷൻ്റെയും ഫുൾഫിൽമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. whereas
Contingent interest completely depends upon the fulfillment of a condition. Number 3, vested interest is present and immediate right. Vested interest is a present and immediate right, whereas contingent interest is just a promise for giving right. Contingent interest is a mere promise for giving right. There is no present right. Number 4, in vested interest, the enjoyment may be postponed. Vested interestലെ enjoyment of the property എന്ന് പറയുന്നത് പ്രസന്റ് ആകാം അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ്. ബട്ട് ഇൻ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് റൈറ്റ് എന്നതും ഫ്യൂച്ചർ റൈറ്റ് ആണ്, അതുപോലെ എൻജോയ്മെന്റ് എന്നതും ഫ്യൂച്ചറിലാണ്. സോ ബോത്ത് റൈറ്റ് ആൻഡ് എൻജോയ്മെന്റ് ആർ ഇൻ ഫ്യൂച്ചർ. Number 5, a vested interest is transferable as well as inheritable, whereas a contingent interest is transferable but not inheritable. അതായത് the death of the transferee does not affect a vested interest. ഒരു ട്രാൻസ്ഫറിയുടെ ഡെത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പൊസഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ട്രാൻസ്ഫറിയുടെ ഡെത്ത് നടന്നാലും ട്രാൻസ്ഫറിയുടെ ലീഗൽ ഹയേഴ്സിലേക്ക് ആ പ്രോപ്പർട്ടി ചെന്നു ചേരും. വേറസ് if the transferee dies before obtaining the possession in a contingent interest, then property reverts back to the transferor and does not go to the transferee's legal heirs. ഒരു കണ്ടിൻജന്റ് ഇൻട്രസ്റ്റിൽ ഒരു ട്രാൻസ്ഫറിയുടെ ഡെത്ത് നടന്നാൽ, പൊസിഷൻ ലഭിക്കുന്നതിന് മുമ്പായിട്ടൊരു ട്രാൻസ്ഫറിയുടെ ഡെത്ത് നടന്നാൽ ട്രാൻസ്ഫറിയുടെ ലീഗൽ ഹെയർസിലേക്ക് പ്രോപ്പർട്ടി ചെന്ന് ചേരില്ല, ബട്ട് ട്രാൻസ്ഫററിലേക്ക് ആ പ്രോപ്പർട്ടി റിവേർട്ട് ബാക്ക് ചെയ്യും. ആൻഡ് നമ്പർ 7, ദ ഓണേഴ്സ് ടൈറ്റിൽ ഈസ് ഓൾറെഡി പെർഫെക്റ്റ് ഇൻ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയൽ ഓണർഷിപ്പ്. ദ ടൈറ്റിൽ ഓഫ് ദി പ്രോപ്പർട്ടി ഈസ് പെർഫെക്റ്റ്, ബട്ട് ഇൻ കേസ് ഓഫ് എ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് ദ ടൈറ്റിൽ ഈസ് യെറ്റ് ഇംപെർഫെക്റ്റ്. കണ്ടിൻജന്റ് ഇൻട്രസ്റ്റിൽ ഓണർഷിപ്പ്, അതായത് ടൈറ്റിൽ ഓഫ് ദി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആണ്, ബട്ട് ഈസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ് പെർഫെക്റ്റ് ഓൺ ദി ഫുൾഫിൽമെന്റ് ഓഫ് സം കണ്ടീഷൻ. കണ്ടീഷൻ ഫുൾഫിൽ ആകുമ്പോൾ അത് പെർഫെക്റ്റ് ആകുവാൻ കേപ്പബിളുമാണ്. സോ ഗൈസ്, സോ ഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 21 ആണ്. അതായത് കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ്, കണ്ടിൻജന്റ് ഇൻട്രസ്റ്റിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റിനും വെസ്റ്റഡ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു. സോ ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എക്സെപ്ഷൻ ടു സെക്ഷൻ 21 ആണ്. സെക്ഷൻ 21ൻ്റെ എക്സെപ്ഷൻ. സോ ബിഫോർ ഗോയിങ് ടു ദ എക്സെപ്ഷൻ ടു സെക്ഷൻ 21, സോ ഫാർ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക.